ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഇല്ലിക്കൽ കല്ലിൻ്റെയും പേരുപോലെ തന്നെ പ്രത്യേകതയുള്ള ഇലവീഴാത്ത ഒരിടമായ ഇലവീഴ പുഞ്ചിറയുടെയും വിശേഷങ്ങൾ നമുക്കിന്ന് കണ്ടു നോക്കാം. ഈ പേരിന് പുറകിൽ പ്രശസ്തമായ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. അതിരാവിലെ 5:30 പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. 830 രൂപയാണ് KSRTCയുടെ ബസ് ഫെയർ ആയിട്ട് വരുന്നത്. അതിരാവിലെ ഒരുപാട് അപരിചിതരായിട്ടുള്ള യാത്രക്കാരായ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ യാത്രയുടെ അവസാനമായപ്പോഴേക്കും കൂടപ്പിറപ്പുകളെ പോലെയായി മാറിയിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ പാട്ടും കളികളും കാര്യം പറച്ചിലുകളുമെല്ലാമായി ഞങ്ങൾ യാത്ര തുടർന്നു. KSRTC ജീവനക്കാരായ മുജീബിക്കയും അറുമുഖേട്ടനും അത്ര മനോഹരമായിട്ടാണ് നമ്മളെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പോയത് മലങ്കര ഡാം കാണാനായിരുന്നു. ഇടുക്കി ഡാമിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത്. 2 ജില്ലകളിലേക്കുള്ള കറണ്ട് മലങ്കര ഡാമിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഡാമിൻ്റെ പ്രഭാത കാഴ്ചകൾ മനോഹരമായിരുന്നു. അതിനുശേഷം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെയുള്ള പാർക്കിൽ കുറച്ച് സമയം ചെലവഴിച്ചു. 4 വർഷമായിട്ടാണ് ഇവിടെ സന്ദർശകരെ അനുവദിക്കാൻ തുടങ്ങിയത്. ഇവിടെ പാർക്കിനും ഡാമിൻ്റെ കാഴ്ചകൾ കാണാനും എല്ലാം കൂടെയായിട്ട് 20 രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത്. സഹയാത്രികരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയെല്ലാം എടുത്ത് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര തുടർന്നു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം കൺകുളിർമയേകുന്നതായിരുന്നു. പച്ചവിരിച്ച മലനിരകളും നല്ല തെളിഞ്ഞ നീലാകാശവും കണ്ടുകൊണ്ടുള്ള യാത്ര നമുക്കൊരിക്കലും മടുപ്പ് തോന്നാത്ത വിധം മനോഹരമായിരുന്നു. ഉച്ച സമയത്താണ് നമ്മൾ ഇല്ലിക്കൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടൊഴിച്ചാൽ വളരെ മനോഹരമായ സ്ഥലം തന്നെയായിരുന്നു ഇല്ലിക്കൽ കല്ല്. ഓഫ് റോഡ് ട്രെക്കിംഗ് വഴിയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. മുകളിലേക്ക് എത്തുന്നവരെയും മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ജീപ്പ് സഫാരി വഴിയാണ് നമ്മളെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വഴിയിലൂടെ കുറച്ച് ദൂരം നടന്ന് നമ്മൾക്ക് മുകളിലേക്ക് എത്താം. ഉച്ച സമയമായതുകൊണ്ട് വെയിലിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും കാറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. മുകളിലേക്ക് എത്തിയാലുള്ള കാഴ്ച അതിമനോഹരമാണ്. ചുറ്റും നോക്കിയാൽ മലനിരകൾ കാണാം. നല്ല തെളിഞ്ഞ ആകാശവുമൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഇനി നമ്മൾ പോകുന്നത് ഇലവീഴ പുഞ്ചിറയിലേക്കാണ്. ദുർഘടമായി ഈ വഴിയിലൂടെയുള്ള ഓഫ് റോഡ് സഫാരി വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആദ്യം മുനിയറ ഗുഹ കാണാനായിട്ടാണ് പോയത്. വനത്തിനുള്ളിലൂടെ ഇറങ്ങിച്ചെന്ന് ഒരു ഗുഹയിലോട്ട് കയറുകയാണ്. മൺസൂൺ കാലമായതുകൊണ്ട് നിറയെ വെള്ളം നിറഞ്ഞു നിൽപ്പുണ്ട് ഗുഹയ്ക്കകത്ത്. ഉള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. ഗുഹയ്ക്കകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് മൊബൈൽ ഫ്ലാഷ് അടിച്ച് വേണം നമ്മൾ അതിനുള്ളിലേക്ക് കയറി ചെല്ലാൻ. ഇനി ഇലവീഴ പുഞ്ചിറയുടെ ഐതിഹ്യം എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. പാണ്ഡവരുടെ പത്നിയായിരുന്നു ദ്രൗപദി. സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്നൊരു കുളമായിരുന്നു ഇത്. അന്നേരം ദേവന്മാരുടെ ശല്യം കൊണ്ട് ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ ആ കുളത്തിന് ചുറ്റും 3 മലകൾ നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടങ്ങളിൽ നിന്നും അടിച്ചു വീശുന്ന ഈ കാറ്റ് കാരണം കുളത്തിൽ ഒരു ചുഴലിക്കാറ്റായി രൂപപ്പെടുകയും അതുകൊണ്ട് അവിടേക്ക് ഇല വീഴാത്തത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യമായിട്ട് പറയപ്പെട്ടു പോരുന്നത്. വൈകുന്നേര സമയമായപ്പോഴത്തേക്കും അവിടെ നല്ല കുളിർമയുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവിടുത്തെ കാറ്റെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. ഈ ട്രെയിനിൻ്റെ ബോഗി പോലെയുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന പഴയൊരു പോലീസ് സ്റ്റേഷനാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ യാത്രയെല്ലാം അവസാനിച്ച് കൊതി തീരാത്ത യാത്രാ അനുഭവങ്ങളുമായി ഞങ്ങൾ മടങ്ങി.